മാവേലിക്കര പല്ലാരിമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അനശ്വര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മാവേലിക്കര പല്ലാരിമംഗലം കേന്ദ്രമാക്കി കഴിഞ്ഞ 40 വർഷമായി കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന അനശ്വര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2025 SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 16 കുട്ടികളെ മൊമെന്റോ നൽകി ആദരിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 2 വിദ്യാർത്ഥികൾക്ക് സംഘടനയുടെ ആദ്യകാല പ്രസിഡന്റ് R. രവീന്ദ്രൻ ഉണ്ണിത്താന്റെ നാമധേയത്തിലും മുൻ രക്ഷാധികാരി MK പ്രഭാകരന്റെ നാമധേയത്തിലുമുള്ള മൊമെന്റോ നൽകി ആദരിച്ചു. മാവേലിക്കര ജോയിന്റ് RTO MG മനോജ് ഉദ്ഘാടനവും SSLC വിജയികളെ ആദരിക്കുകയും ചെയ്തു. നമ്മളെല്ലാവരും എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മൊബൈൽ കൈവച്ചുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണുള്ളത്. നമുക്കറിയാം, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും എല്ലാം നമ്മൾ പുതുക്കുന്നത് ഒരുപക്ഷെ കല്യാണ വീടുകളിലും മരണ വീടുകളിലും അതുപോലെ തന്നെ വീടിൻ്റെ ഈ പാലുകാഴ്ച വീടുകളിലൊക്കെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനൊക്കുന്നത് ഇവിടെ എല്ലാം നമ്മൾ പരസ്പരം സംസാരിക്കാതെ സ്വന്തം മൊബൈലിൽ കുനിഞ്ഞിരുന്ന് കുത്തുന്ന ഒരു സംസ്കാരമാണ് നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പൊതുവിൽ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മനുഷ്യനാർക്കും സ്വാർത്ഥത കൂടി വരുന്ന കാലമാണിത്. അറിവുണ്ടെങ്കിലും തിരിച്ചറിവില്ലാത്ത വലിയൊരു സമൂഹമാണ് നമ്മുടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് ഒരുപാട് വിദ്യാഭ്യാസപരമായും നമ്മൾ ഉയർന്നെങ്കിലും നമ്മളുടെ കുടുംബജീവിതത്തിലെ സാമൂഹിക അന്തരീക്ഷങ്ങളിലൊക്കെ ഒരുപാട് പാളിച്ചകൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹമോചനങ്ങൾ മറ്റെന്നുമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളിൽ തന്നെ കുറ്റവാസനകൾ വളരുന്ന ലഹരിയുടെ അമിതമായ ഉപയോഗമുള്ള ഒരു സംസ്കാരം ഏറെ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. പണ്ട് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 3 കുടുംബ കോടതികളായിരുന്നു ഉള്ളത്: തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. അതിനുശേഷം എല്ലാ ജില്ലകളിലുമായി, എന്നിട്ടും തിരക്ക് കൂടുതൽ ഇപ്പോൾ എല്ലാ താലൂക്കുകളിലുമായി. മാവേലിക്കലിലെ തന്നെ കുടുംബ കോടതി അവിടുത്തെ കോടതി നിൽക്കുന്ന സമുച്ചയത്തിൽ നിന്ന് മാറ്റി ഒരു സ്വകാര്യ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അവിടുത്തെ തിരക്ക് കാരണം. നമുക്കറിയാം, മുത്ത ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ട് വരുമ്പോൾ കുടുംബ കോടതിയുടെ അവിടെ വരുമ്പോൾ രാവിലെ 11 മണിയാകുന്നോടെ റോഡ് ബ്ലോക്കാണ്. നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ്? MG മനോജിനെ ഭാരവാഹികൾ ആദരിച്ചു. പ്രസിഡന്റ് B. ജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS. സതീശൻ സ്വാഗതം രേഖപ്പെടുത്തി. +2 വിജയികളെ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. അജിത്ത് അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രമണി P. ഉണ്ണികൃഷ്ണൻ ലേബർ ഇന്ത്യ വിതരണം നടത്തി. സംഘടനയിൽ വനിതകൾക്ക് അംഗത്വ വിതരണം B. ജയകുമാർ നിർവഹിച്ചു. രക്ഷാധികാരി വാസുദേവൻ പിള്ള, ഉപദേശക സമിതി അംഗങ്ങളായ R. രവീന്ദ്രൻ, KR. അനന്തകുമാർ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി V. വിനീത് കുമാർ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു. CDNet ന്യൂസ്, മാവേലിക്കര.